ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ആ, ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ ദാസനും കുടുംബം ഇന്ന് ഈ സൂമിൽ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദേവദാസന്മാരെയും എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹം ഇന്ന് രാത്രി അറിയിക്കുന്നു. ശേഷാൽ പ്രിയ ബെഞ്ചമിൻ അങ്കിളിനായി സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് പിന്നെയും വളരെ നാൾക്ക് ശേഷം കാണുവാൻ, ഈ പ്ലാറ്റ്ഫോമിൽ കാണുവാൻ കർത്താവ് ഇടയാക്കി. പ്രിയങ്കളിന്റെ സഹോദരിയുടെ വേർപാടിൽ നാട്ടിലേക്ക് കടന്നുപോയല്ലോ. ആ കുടുംബത്തെ ഓർക്കുന്നു, ഉള്ള അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. കേൾപ്പിച്ച എല്ലാ നല്ല ദൈവിക ആലോചനകൾക്കും പ്രത്യാശയുടെ വാക്കുകൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നമ്മളെ തുടർന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിലേക്ക് പിന്നെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളെ രണ്ടാം മിഷണറി യാത്രയുടെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാം പാർട്ട് ഞാൻ എൻ്റെ 17-ാം അധ്യായം 9 വരെ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. സ്തോത്രം. ഇന്ന് തുടർമാനമായിട്ട് 17-ാം അധ്യായം, അപ്പോസ്തല 17-ാം അധ്യായം 10 മുതൽ 18-ാം അധ്യായം 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. അതോടെ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ഇവിടെ അവസാനിക്കും. ഞാൻ അതിനെ ഒരു ചെറിയൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ നമുക്കൊരു പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യും. പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ നമ്മൾ പാർട്ട് 1 അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 36 മുതൽ 17-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാം പാർട്ട് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 10 മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ 18-ന്റെ 22 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഏകദേശം AD 50-53 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ രണ്ടാം മിഷണറി യാത്ര നടന്നതായിട്ട് ഉള്ള ചരിത്രം രേഖപ്പെടുന്നത്. ഏകദേശം പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് യാത്ര ചെയ്ത് തിരിച്ച് അന്ത്യോക്യയിൽ കരമാർഗവും കപ്പൽ മാർഗവുമായിട്ട് സകല യാത്രകളും കൂടെ ഏകദേശം 2800 മൈൽ, ഏകദേശം 4500-ൽ പരം കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം ഈ സുവിശേഷ വേല ചെയ്തത്. ഞാനിത് ആലോചിക്കുമ്പോൾ നമ്മളെ ഇത്രയും ഈ ടെക്നോളജി, ഇത്രയും ഫ്ലൈറ്റും ഏകദേശം 3, 4, 5, 24 മണിക്കൂറൊക്കെ ഇടുമ്പോൾ ഒരു ഭൂഖണ്ഡമൊക്കെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പായി കാലഘട്ടത്തിൽ ഞാൻ ആലോചിക്കുന്ന പൗലോസാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ഈ ദേശം മുഴുവനും സുവിശേഷീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ മിഷണറി യാത്രയിൽ ഈ എഴുത്തുകാരനായ ഡോക്ടർ ലൂക്കോസ്, സീലാസ്, തിമോത്തിയോസിനെയും കൂട്ടിയാണ് രണ്ടാം മിഷണറി യാത്രയിൽ സംഘം. അതിൻ്റെ മറ്റു പലരും ഉണ്ട്. ഇവരാണ് മെയിനായിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാം മിഷണറി യാത്ര എന്ന് പറയുന്നത് ഏഷ്യ മൈനറിൽ നിന്ന് യൂറോപ്പിലേക്ക് സുവിശേഷം എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് 2 ലേഖനങ്ങൾ എഴുതുന്നത്. 1 തെസ്സലോനിക്കറും 2 തെസ്സലോനിക്കർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് തെസ്സലോനിക്കയിൽ പൗലോസ് സുവിശേഷം അറിയിക്കുന്ന യാസോന്റെ വീട് കേന്ദ്രീകരിച്ച് ഒരു സുവിശേഷ വേല ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. ഈ പ്രദേശങ്ങളെല്ലാം ഗ്രീസിന്റെ പ്രദേശങ്ങളാണ്, ഗ്രീസിലുള്ള പ്രദേശങ്ങളാണ്. നമ്മൾ യൂറോപ്പിലെ ഈ പറയുന്ന തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലങ്ങൾ. തുടർന്ന് പൗലോസ് സഞ്ചരിച്ച സ്ഥലങ്ങൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ചെറിയ മാപ്പ് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അദ്ദേഹം അന്ത്യോക്യയിൽ നിന്ന് യാത്ര ചെയ്ത് ദർബ, ഇക്കോണിയം, ലുസ്ത്ര തുടങ്ങിയ ഗലാത്യ പ്രദേശങ്ങളിൽ കൂടെ മിസിയ കടന്നു. ഇവിടെ നമ്മൾ വന്നപ്പോഴാണ് ബിഥുന്യയിലേക്ക് പോകാനായിട്ട് പൗലോസ് ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് വിലക്കുന്നു. ത്രോവാസിൽ വന്ന് ലൂക്കോസിനെയും കൂട്ടി കൊണ്ടാണ് പൗലോസ് ഇവിടെ
ത്രോവാസിൽ കപ്പൽ കയറിയാണ് പൗലോസ് അംബിപ്പോലീസ് അപ്പില്ലോനിയ വഴി തെസ്സലോനിക്കയിലെത്തുന്നു എന്നുള്ളത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. ഇന്ന് ഈ ആഴ്ച നമ്മൾ പൗലോസ് തെസ്സലോനിക്കയിൽ വലിയൊരു പ്രയാസം നേരിടുകയും യാസോന്റെ വീട്ടിൽ ആരംഭിച്ച സുവിശേഷ വേലയിൽ പൗലോസിനെ ശീലാസിനെയൊക്കെ കാണാതിരുന്നിട്ട് അവർ യാസോന്റെ വീട് വളഞ്ഞു. യാസോനെ പിടിച്ചുകൊണ്ട് പോകുന്നു. യാസനെ പിന്നെ ജാമ്യത്തിൽ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ തിരിച്ചുവിടുന്നു. അപ്പോൾ അവിടെ തുടർന്ന് അദ്ദേഹം 3 ആഴ്ചയിൽ ശബ്ബത്ത് നാളുകളിലാണ് സിനഗോഗുകളിൽ പ്രസംഗിച്ചതായിട്ട് കാണുന്നു. പൗലോസ് എത്ര നാൾ അവിടെ താമസിച്ചു എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല. എങ്കിലും പൗലോസ് ആ കാലഘട്ടത്തിൽ വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് നമുക്ക് ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ മാസിഡോണിയ അല്ലെങ്കിൽ ഫിലിപ്പിയ സഭയാണ് പൗലോസിനെ സാമ്പത്തികമായി സഹായിച്ചതെന്ന് നമുക്ക് വായിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. 1-2 പ്രാവശ്യം പൗലോസിന് തെസ്സലോനിക്കയായിരുന്നപ്പോൾ ഫിലിപ്പിയ സഭ പൈസ അയച്ചു കൊടുത്തായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ തൊഴിൽ നമുക്ക് പൊതുവേ അറിയാം. ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. പക്ഷെ കൂടാരപ്പണി എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സമയം ലഭിക്കാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ അദ്ദേഹം പലപ്പോഴും സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിപ്പാൻ അതോടെ സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു മിഷണറി വീരനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ നമ്മൾ ആ തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ അവിടെ പൗലോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ രാവും പകലും അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രയാസം വരുത്തരുതെന്ന് എനിക്ക് വളരെ ശക്തമായ ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തെസ്സലോനിക്ക ലേഖനം നമ്മൾ 1 തെസ്സലോനിക്കർ പഠിക്കുമ്പോൾ 2 തെസ്സലോനിക്കർ പഠിക്കുമ്പോഴൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. നമുക്കിവിടെ ഇന്ന് രാത്രി വളരെ ചുരുങ്ങിയ സമയം നമ്മുടെ മുമ്പിലുള്ളൂ. കാരണം നമ്മളിവിടെ കാനഡയിൽ ഒക്കെ ഞങ്ങളുടെ സമയം വളരെ കടന്നു പോകുന്ന ആളെ നമുക്ക് സ്വഭാവമുണ്ട്. എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് 2 സർവീസുകൾ ചെയ്യേണ്ടതായ അവസ്ഥകളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്നാൽ സമയച്ചുരുക്കം മൂലം ഇന്ന് രാത്രി നിങ്ങളെ 2-ാം മിഷണറി യാത്രയിൽ പൗലോസ് നമ്മൾ ഇന്ന് രാത്രി ഒരു റൈഡ്, കഴിഞ്ഞ ആഴ്ച എബ്രാഹങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ റൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ 2-ാമത്തെ മിഷണറി യാത്രയിൽ നമ്മളിപ്പോൾ തെസ്സലോനിക്കയിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടുമ്പോൾ പൗലോസിനെ സ്തോത്രം അന്ന് ആ രാത്രിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടാകുന്നത്. പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയക്കുകയാണ്. സ്തോത്ര ബെരോവ എന്ന് പറയുന്നത് സോനിക്കയിൽ നിന്ന് ഏകദേശം 10-70 കിലോമീറ്റർ പരം ദൂരമുള്ള ഒരു പ്രദേശമാണ്. സ്തോത്രം. ഇന്നത് വെറിയ എന്നാണ് ആ സ്ഥലത്തെ അറിയപ്പെടുന്നത്. സ്തോത്രം. ഇവിടെ ബെരോവയിൽ എവിടെ പോയാലും പൗലോസിന് ഒരു നിശ്ചയമുണ്ട്. യഹൂദന്മാരുടെ സിനഗോഗുകൾ തപ്പിപ്പോയി അവിടെ പോയി സുവിശേഷം പറയുക. 10 യഹൂദന്മാർ എവിടെ ഉണ്ടോ അവിടെ ഒരു സിനഗോഗ് പള്ളി അല്ലെങ്കിൽ അവർ ചെറിയ അവരുടെ യഹൂദന്മാരുടെ ഒരു പള്ളി സ്ഥാപിക്കും. 10 ജൂതന്മാർ ചുരുങ്ങിയത് മതി. സ്തോത്രം. അതിനൊരു പ്രമാണിയും അതിനകത്തുണ്ടാകും. പൗലോസിന്റെ ഞാനത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ തോന്നിയൊരു കാര്യം, പൗലോസിന്റെ ഉള്ളിൽ യഹൂദന്മാർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് ശക്തമായ ഒരു നിശ്ചയം പൗലോസിനുണ്ട്. പുറജാതിക്കാർ മാത്രമല്ല, സ്വജാതിക്കാർ പോലും യേശുവിനെ അറിയണമെന്നും സത്യത്തിലുള്ള വഴി അവർക്ക് മനസ്സിലാക്കണമെന്നും വളരെ ദൃഢനിശ്ചയം പൗലോസിനുണ്ടായിരുന്നു. ന്യായപ്രമാണം അറിയാമെങ്കിൽ തന്നെയും യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷ സാധ്യമാകുകയുള്ളൂ എന്ന് യഹൂദന്മാരെയും കൂടെ പൗലോസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രമാണ സുവിശേഷം ശക്തമായിട്ട് അവതരിപ്പിക്കാൻ പൗലോസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ബാഡൻ കിടപ്പുണ്ട്. എൻ്റെ ജാതിക്കാരും അല്ലെങ്കിൽ സ്വജാതിക്കാർ രക്ഷ പ്രാപിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പൗലോസ് 3-ാമത്തെ മിഷണറി യാത്രയിൽ റോമാലേഖനം കോരിന്തിൽ നിന്ന് എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ജാതിക്കാർക്ക് വേണ്ടി ശാപഗ്രസ്തനാകുവാൻ അല്ലെങ്കിൽ ഞാൻ യേശുവിൽ നിന്ന് വേർവിട്ട് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും ക്രിസ്തുവിലായിത്തീരണം. ഞാൻ ആ ഭാഗം പറയാനുള്ള കാരണം
ഏത് സ്ഥലത്ത് പോയാലും ആദ്യം സിനഗോഗിൽ പോയി യേശുവിനെ പറ്റി പറയുക എന്നുള്ളതാണ്. ഇവിടെ സിനഗോഗിൽ പോയി പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ നമ്മൾ കാണുന്നത് അവിടെ ഉള്ളതായിട്ടുള്ള ആൾക്കാർ തെസ്സലോനിക്കക്കാരേക്കാൾ വളരെ ഉത്തമന്മാരായ ആൾക്കാരായിരുന്നു. അവർ വെറുതെ പൗലോസിന്റെ പ്രസംഗം അങ്ങ് വിഴുങ്ങിയല്ല അവർ ചെയ്യുന്നത്. അവർ ചെയ്തിരുന്നത് ആ വചനം അങ്ങനെ തന്നെയോ എന്ന് അവര് ദിനംപ്രതി തിരുവെഴുത്തുകൾ പരിശോധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ദിവസം മാത്രമല്ല, ഡേ ടു ഡേയിൽ ദൈവത്തിന്റെ വചനം ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ഇത് പറയുമ്പോൾ പൗലോസിന്റെ പ്രസംഗത്തിന്റെ രീതികളോ അല്ലെങ്കിൽ പൗലോസിന്റെ ശൈലിയൊന്നുമല്ല അവർ നോക്കുന്നത്. അവർ നോക്കുന്നത് പൗലോസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന സുവിശേഷം തിരുവെഴുത്തുകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാലോ. അവരിൽ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും മാത്രം എടുത്തുകൊണ്ടാണ് അവർ ഈ 2800 മൈല് സഞ്ചരിച്ച് പൗലോസ് സുവിശേഷം അറിയിക്കുന്നത് യൂതന്മാരോട്, പ്രത്യേകിച്ച് യൂതന്മാരോട്. സ്തോത്രം അല്ലെങ്കിൽ അവിടെ അവർ പരിശോധിക്കുകയും നമ്മുടെ ഈ വന്ന കാലഘട്ടത്തിൽ ഒരു കാര്യത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും നമ്മൾ പ്രസംഗിക്കുന്നത് തിരുവെഴുത്തുമായിട്ട് വല്ല ബന്ധമുണ്ട്. ഈ കാലത്തിൽ എല്ലാത്തിനും ആമേൻ പറയുന്ന ഒരു കാലഘട്ടമാണ്, എന്തും വിഴുങ്ങുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ബെഞ്ചമിനങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ്, ഈ ദുരാത്മാവിൻ പ്രവർത്തനം, നമ്മൾ യേശുവിൻ്റെ ആത്മാവ് തന്നെയാണോ എന്ന് നമ്മൾ കേൾക്കുന്ന യേശുവിൻ്റെ സുവിശേഷമാണോ അതോ മറ്റൊരു യേശുവിനെയാണോ? അതൊക്കെ നമ്മൾ തിരുവെഴുത്തുകൾ വ്യക്തമായി പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തിരുവെഴുത്തുകൾ അറിയാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു. അവരെ നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണ്. വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ എല്ലാവരും തെറ്റിപ്പോവാനിടയുണ്ട്. അതുകൊണ്ട് ആര് പ്രസംഗിച്ചാലും ദൈവത്തിൻ്റെ വചനം തിരുവെഴുത്തുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ബെരോവയിൽ ഉള്ളവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ വളരെ ഉത്തമരായിരുന്നു. അവർ വചനം കേൾക്കുകയും അനേകർ ഹല്ലേലൂയ ആ ബെരോവയിലും ഹല്ലേലൂയ സ്തോത്രം മാന്യരായ യവന സ്ത്രീകൾ, പുരുഷന്മാർ അനേകർ വിശ്വസിക്കുകയും അവര് കർത്താവിനോട് ചേരുകയും ചെയ്തതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ബെരോവയിൽ പൗലോസ് ഒരു സഭ സ്ഥാപിച്ചു. പക്ഷേ ഈ ബെരോവയിലെ സഭയിൽ അവർ കുറച്ചുകൂടെ മറ്റുള്ളവരെക്കാൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നതുകൊണ്ട് അവിടെ ദുരുപദേശങ്ങൾ കടന്നു വരികയോ ഒന്നും ചെയ്തതായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ബെരോവയ്ക്ക് ഒരു ലേഖനം പൗലോസ് എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മറ്റ് എല്ലാ സഭകളിലും ഈ ഫോൾസ് ടീച്ചിങ്ങിൻ്റെ വലിയൊരു വ്യാപാരം നടന്നിട്ടുണ്ട്. കൊരിന്ത്യ സഭകളിലും തെസ്സലോനിക്ക സഭയിൽ, എഫേസ്യ സഭയിൽ, എല്ലാ സഭകളിലും ദുരുപദേഷ്ടാക്കന്മാർ നുഴഞ്ഞു കയറിയതുകൊണ്ട് ആ പൗലോസിന് ശക്തമായി ലേഖനം എഴുതേണ്ടി വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കാണും. ഗലാത്യ ലേഖനം, ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ വിശ്വയാത്രയിൽ ഗലാത്യ സഭകൾ സ്ഥാപിക്കുമ്പോൾ തന്നെ പൗലോസിന് അതുകൊണ്ട് അങ്ങനെ എഴുതേണ്ടി വന്നു. എന്നാൽ ഇവിടെ അങ്ങനെ എഴുതിയതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പുസ്തകം വായിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, സുവിശേഷം എവിടെ അറിയിക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ശത്രു നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ തെസ്സലോനിക്കയിലുള്ള യഹൂദന്മാർ, എനിക്ക് തോന്നുന്നത് അവരിങ്ങനെ പുറകെ നടന്ന് ഒരു പണിയുമില്ലാത്ത കുറേ ആൾക്കാർ പൗലോസിനെ ചേസ് ചെയ്യുകയാണ്. അവർ ബെരോവയിലും വന്ന് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും സഹോദരന്മാർക്ക് പൗലോസിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് കണ്ടപ്പോൾ പൗലോസിനൊരു കാര്യമുണ്ട്, ബെരോവയിലെ അവരെ പഠിപ്പിക്കാനായിട്ട് മറ്റാരുമില്ല. തൻ്റെ കൂടെയുള്ള ശീലാസും തീമോത്തിയോസും മാത്രമേ ഉള്ളൂ. അവരെ അവിടെ താമസിപ്പിച്ചിട്ട് പൗലോസിനെ അന്ന് ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് തന്നെ അഥേനയിലേക്ക് പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഏഥൻസിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് തുടർന്ന് കാണുന്നത്. സ്തോത്രം. സഹോദരന്മാർ പൗലോസിനെ സമുദ്രത്തേക്ക് പറഞ്ഞയച്ചു. ശീലാസും തീമോത്തിയോസും അവിടെ പാർക്കുകയും പൗലോസിനെ എസ്കോർട്ട് പോയവർ അഥേനയോളം കൊണ്ടുപോയി. ശീലാസും തീമോത്തിയോസും കഴിയുന്നതും വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണമെന്നുള്ള കൽപ്പന വാങ്ങിയവർ മടങ്ങിപ്പോയി. പെട്ടെന്ന് അദ്ദേഹം ഒരു കൽപ്പന കൊടുത്തു, എത്രയും പെട്ടെന്ന് ശീലാസും തീമോത്തിയോസും എൻ്റെ അടുക്കൽ വരണം. അദ്ദേഹം ഇവിടെ ഏഥൻസിൽ അല്ലെങ്കിൽ അഥേനയിൽ എത്തിച്ചേർന്നു. ഞാനിവിടെ ഈ ചിത്രങ്ങൾ കൊടുത്ത ഒരു ഇല്ലസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അവിടെ തിരുവെഴുത്തുകളെ അവർ പരിശോധിക്കുന്നു. ബെരോവയിൽ സ്തോത്രം നമ്മൾ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അടുത്തതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസ് അഥേനയിൽ എത്തുന്ന ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും പൗലോസ് യഹൂദന്മാരുടെ പള്ളി തപ്പിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഏഥൻസിൽ വരുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. ഞാനൊരു തൽക്കാലം നമ്മളിപ്പോൾ ഏഥൻസിലാണ് നിൽക്കുന്നത്.
അവിടെ അവിടെ ചെന്നപ്പോൾ അവിടെയും ഏതൻസ് എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ വലിയ ഒരു അവരുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഏതൻസ് എന്ന് പറയുന്നത്. സ്തോത്രം. ഏതൻസിൽ എത്തിയപ്പോൾ അവിടെ ഈ സ്ഥലമൊക്കെ തപ്പി നടന്നപ്പോൾ വിഗ്രഹ ആരാധനയുടെ ഒരു വലിയ കാഴ്ച കാണാനിടയായി. ഒരുപാട് ബിംബങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്ന കണ്ടു. അപ്പം പൗലോസ് ശീലാസിനും തിമോത്തിയോസിനും വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹം പ്രൊവോക്കായെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മനസ്സിന് ചൂട് പിടിച്ചു. ഈ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ പൗലോസിന് പിന്നെ ഒട്ടും നിൽക്കുവാൻ സാധ്യമല്ലായിരുന്നു. പൗലോസിന്റെ ഉള്ളിൽ ഒരു ചൂട് പിടിച്ചു. പ്രൊവോക്കായിട്ട് അദ്ദേഹത്തിന് പിന്നെ സുവിശേഷം പറയുക, ഈ ആൾക്കാരെ വിഗ്രഹ ആരാധനയിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ ആഗ്രഹത്തിന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്യാതെ തന്നെ പൗലോസ് സുവിശേഷം പറയുകയാണ്. അവിടെ പള്ളിയിൽ പോയിട്ട് യഹൂദന്മാരോടും ഭക്തന്മാരോടും, ഭക്തന്മാർ എവിടെയുണ്ട്, അവർ ഭക്തന്മാരാണ്, പക്ഷെ അവർക്ക് കറക്റ്റായിട്ടുള്ള വഴി അല്ലെങ്കിൽ ആ ഗൈഡൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ അവിടെ ഭക്തന്മാരോടും സ്തോത്രം ചന്തസ്ഥലത്ത് ആ ഭാഗം ഒന്ന് വായിച്ചാൽ, അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. അവിടെ കാണുന്നവരോടെല്ലാം പൗലോസ് സുവിശേഷം പറയുകയാണ്. ചന്തസ്ഥലത്ത് കണ്ടവരോടും ഒക്കെ പൗലോസ് പറയുന്നതായിട്ട്, സുവിശേഷം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പൗലോസ് സുവിശേഷം പറയുമ്പോൾ ഇവിടെ രണ്ട് വിഭാഗങ്ങൾ അവരോട് തർക്കിക്കുന്നു. എപ്പിക്കൂയരും സ്തോയിക്കരും. ഈ എപ്പിക്കൂയർ എന്ന് പറയുന്നത് രണ്ട് തത്വചിന്ത അല്ലെങ്കിൽ ഈ തത്വശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ്, എപ്പിക്കൂയരും സ്തോയിക്കരും. അവിടെ അവരെപ്പറ്റി പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എപ്പിക്കൂയർ എന്ന് പറയുന്നത് അവര് ഈ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം, ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗമാണ്. അവരുടെ ചിന്തകൾ അങ്ങനെയാണ്. അത് മാത്രമല്ല, അവരുടെ എല്ലാവരും ഒരു വേദനയിൽ നിന്നും അസ്വസ്ഥത ഉണ്ടാക്കുന്ന വികാരങ്ങൾ, അന്ധവിശ്വാസപരമായ ഭയങ്ങൾ, മരണഭയം ഉൾപ്പെടെ അതിൽ നിന്ന് മുക്തമായ സമാധാനമായ ഒരു ജീവിതത്തിന്റെ ആനന്ദത്തെ അവർ ഒത്തിരി വില കൊടുക്കുന്നവരാണ്. എന്നാൽ അവർ ദൈവത്തിന്റെ അസ്തിത്വത്തെ അവർ നിഷേധിക്കുന്നില്ല. അവരുടെ പൗലോസ് പ്രസംഗിക്കുന്ന ഒരു നവീന ഉപദേശമായിട്ടാണ് അവരിത് കേൾക്കുന്നത്. അവർക്ക് തോന്നി ഇതുവരെ കേൾക്കാത്ത ഒരു നൂതനമായ ഒരു ടീച്ചിങ് അവർ കേട്ടപ്പോൾ, ഇതുവരെ ഗ്രീക്ക് തത്വചിന്തകന്മാർ വ്യത്യസ്തമായി ഒരാൾ വന്ന് പ്രസംഗിക്കുന്നു, അവർക്ക് അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവര് വിശ്വസിക്കുന്ന, എപ്പിക്കൂയർ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ദൈവവും മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് യേശു ദൈവപുത്രനായിരിക്കെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള ഒരു കാര്യം അവർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഈ സ്തോയിക്കരും. അവര് ധാർമ്മികമായ അതിൻ്റെ എല്ലാത്തിനും വലിയ ഊന്നലുകൾ കൊടുക്കുന്നു എങ്കിലും അവർക്ക് ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അവർ വിശ്വസിക്കുന്ന ദൈവം എല്ലാത്തിലും ഉണ്ട്, തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ഈ സ്തോയിക്കർ എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകന്മാരിലെ രണ്ട് വിഭാഗങ്ങൾ. അവനെ നമ്മൾ വിശദമായിട്ട് നമ്മൾ ആ ഭാഗങ്ങൾ പഠിക്കുവാനായിട്ട് സമയമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഇവനൊരു വിടുവായനാണ്, ഒരു ബാബ്ലറാണ്, ഇവ എന്തൊക്കെയോ പറഞ്ഞു വിടുകയാണ്, ഇത് എന്തൊക്കെയോ ഇങ്ങനെ ഇതുവരെ കേൾക്കാത്ത, ഏതൻസിൽ ചരിത്രത്തിൽ ആദ്യമായി ആരും കേൾക്കാത്ത ഒരു സുവിശേഷം പൗലോസ് അവിടെ ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. അവിടെ ഇത് കേൾക്കാനായിട്ട് ജനം വളരെ അവിടെ ധാരാളമായി കടന്നുകൂടിയത് കൊണ്ട് പൗലോസിനെ അലറിയാം അരയോപക കുന്നിന്മേൽ ഒരു ക്ഷണം കിട്ടി. പൗലോസ്, അതായത് അപ്പോസ്തലപ്രവൃത്തി 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അരയോപക കുന്നിൽ പൗലോസ് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഞാൻ അതൊന്ന് ഷെയർ ചെയ്തോട്ടെ. സ്തോത്രം. ഇവിടെ ഈ സ്ഥലത്ത് ഈ പൗലോസിന്റെ പ്രസംഗത്തിന്റെ അതവിടെ ആ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഫോട്ടോ നമ്മളെ കാണിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ വന്നപ്പോഴാണ് ഈ ബിംബങ്ങൾ കണ്ടിട്ട് അവിടെയൊക്കെ ഈ അജ്ഞാതദേവന്,
അൺനോൺ ഗോഡ് എന്നുള്ള ഒരു എഴുത്ത് ഇവിടെ കാണുന്നു. അതിൻ്റെ ആ ഭാഗങ്ങളാണ് ഇത്. പട്ടണമാണ്, ഇന്നത്തെയാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പടം നമുക്കൊന്ന് ഓർമ്മ നിൽക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഇത് പലയിടത്തും ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു ഇല്ലസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി കാണിക്കുകയാണ്. ഏറ്റവും ചരിത്ര പ്രധാനം, ഏതൻസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രസംഗമാണ് ഈ അരൈവ കുന്നിലെ ടു അൺനോൺ ഗോഡ്, അല്ലെങ്കിൽ ഇതിനെ മാഴ്സ് ഹിൽ അല്ലെങ്കിൽ ചൊവ്വ കുന്നെന്നൊക്കെ ഈ കുന്നിനെ വിശേഷിപ്പിക്കുന്നു. അല്ലെ, ഇതിൻ്റെ ഒരു ചരിത്ര ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ പറ്റി പറയുവാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അവിടെ പൗലോസ് തൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ, അത് അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ പൗലോസിൻ്റെ ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ വിഗ്രഹ ആരാധനയുള്ള സ്ഥലങ്ങളിലൊക്കെ പൗലോസ് എന്നിട്ട് ഉൽപ്പത്തിയോ പുറപ്പാടോ ന്യായപ്രമാണ പുസ്തകങ്ങളോ ഒന്നുമല്ല പ്രസംഗിക്കുന്നത്. അവിടെ ഒരു ജീവനുള്ള ദൈവത്തെ പൗലോസ് പരിചയപ്പെടുത്തുക. ജനം മൊത്തം വിഗ്രഹത്തിൻ്റെ അടിമത്വത്തിൽ, അന്ധവിശ്വാസത്തിൽ അവരൊരിക്കലും അറിയപ്പെടാത്ത ഒരു ദൈവത്തെ, ഒരു അൺനോൺ ഗോഡിനെ ആരാധിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ ഒരു സുവിശേഷകന് ഒരിക്കലും അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയില്ല. നമ്മുടെ ദേശത്തൊക്കെ എത്രയോ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കാലഘട്ടമാണ്. നമ്മൾ എന്തുകൊണ്ട് സ്തോത്രം നമ്മുടെയൊക്കെ സുവിശേഷത്തിൻ്റെ രീതികളൊക്കെ മാറണം. നമ്മൾ ഓരോ സ്ഥലങ്ങൾ ചുറ്റി നടന്ന് അവിടുത്തെ രീതികൾ ആദ്യം നമ്മൾ പഠിക്കണം. അവിടെ ആരെയൊക്കെ ദേവന്മാരെ ആരാധിക്കുന്നു, ഈ പ്രദേശത്ത് എന്താണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് അവിടെ സുവിശേഷം പറയുന്നത്. സ്തോത്രം. അവിടെ പറയുന്ന അതിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാന ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല്. അതിന്റെ 22 തൊട്ട് അഥേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. അവരൊക്കെ നിങ്ങൾ എല്ലാറ്റിലും വളരെ അതിഭക്തന്മാരായ ആൾക്കാരാണ്. അവരെ അഡ്രസ് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ്. വളരെ എങ്ങനെയും പൗലോസ് രക്ഷി സുവിശേഷം ഇവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ അവരുടെ ശ്രദ്ധ പിടിക്കണമെങ്കിൽ ആദ്യമേ തന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്താൽ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ആൾക്കാർക്ക് ഒരു കുഴപ്പമോ ചെല്ലുമ്പോൾ ചിലരുടെ, എല്ലാവരെയും പറയുന്നില്ല, ചില ആൾക്കാർ അവരുടെ ദൈവങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു. അപ്പം ആദ്യമേ തന്നെ നമ്മുടെ പ്രസംഗം പിന്നെ ശ്രദ്ധിക്കാൻ ആളുണ്ടാവത്തില്ല. ആദ്യമേ തന്നെ കാര്യം അവരറിയപ്പെടാത്ത, നമ്മളെപ്പോഴും മറ്റുള്ളവർ അവരുടെ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന അവരുടെ വിശ്വാസം അവർ ഭക്തന്മാരാണ്. പക്ഷെ നമ്മൾ പറയേണ്ട അവരുടെ ഭക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവർ ഭക്തന്മാരാണ്, ആ ഭക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ അവരെ ആ ഭക്തിയെ അല്ലെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവരിലേക്ക് ശരിയായിട്ടൊരു കണക്ഷൻ പൗലോസ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അൺനോൺ ഗോഡിനെ അതിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തിങ്കിലേക്കുള്ള ഒരു സുവിശേഷത്തിൻ്റെ കണക്ഷനാണ് പൗലോസ് അരയോപക കുന്നിൽ നടത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആ ഭാഗത്ത് അവിടെ പറഞ്ഞു നിങ്ങൾ അതിഭക്തന്മാരാണ്. ഞാൻ ആ ഭാഗം ഇച്ചിരി സമയമെടുത്ത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം നമ്മളത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം കയറി എങ്ങും പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് അടി മേടിക്കുക എന്നുള്ളതല്ല. പൗലോസിനെ തല്ലാനായിട്ടുള്ള പൗലോസ് അത് വളരെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. അടുത്ത ഭാഗം പറയുന്നു, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാന ദേവന് എന്നിട്ടുള്ള ഒരു വേദിക്കല്ല് കണ്ടു. ഒരു വേദിക്കല്ല്, അത് ഞാനിവിടെ കാണിച്ച ഈ ഇതുപോലൊരു വേദിക്കല്ല് ഇവിടെ അത് ഇങ്ങനെ അൺനോൺ ഗോഡെന്ന് ഇൻസ്ക്രിപ്റ്റ് ചെയ്ത ഒരു വേദിക്കല്ലിനെയാണ് പൗലോസ് അവിടെ എടുത്തു പറയുന്നത്. സ്തോത്രം. അത് പറയുന്നത് നിങ്ങൾ അറിയാത്തതിനെ പൂജിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല, ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങൾ അറിയാത്ത ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു. അതാണ് പെട്ടെന്ന് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക ചെയ്യുന്നത്. പെട്ടെന്നാണ് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് അവരെ കൊണ്ട്, നിങ്ങളറിയാത്തൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനത് പറയുമ്പോഴാണ് ഞാൻ പണ്ട് യു എ ഇരുന്നപ്പോൾ 2005 പാകിസ്ഥാനിൽ ശരിയത്ത് കോർട്ടിലെ ജഡ്ജിയായിട്ടിരുന്ന ഒരു മുല്ല, അദ്ദേഹത്തിൻ്റെ പേര്
മുസ്ലിം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സയ്യിദ് സയ്യിദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാനത് പറയുമ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അതൊക്കെ അതൊരു ചരിത്രമുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല ഇവിടെ. അദ്ദേഹത്തെ യേശു ക്രിസ്തു കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. അദ്ദേഹത്തിന് വേണ്ടി ഒരു 40 വർഷം പ്രാർത്ഥിച്ച ശേഷമാണ്. അദ്ദേഹം ഭയങ്കര സുവിശേഷ വിരോധി, അദ്ദേഹം ഒരു മുത്തവയായിരുന്നു. അദ്ദേഹത്തിന് ഒരു എൻകൗണ്ടർ ഉണ്ടായ സമയത്ത് ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ഭയങ്കര ആത്മഭാരം അദ്ദേഹത്തിൽ വന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഒരു ഹൈന്ദവ ഭവനത്തിൽ, പാകിസ്ഥാൻ ഹൈന്ദവ ഭവൻ സുവിശേഷം പറയാൻ പോയി. അവിടെ പോയപ്പോൾ അദ്ദേഹം ഒരു പിക്ചർ കണ്ടിട്ട് പറയും. അപ്പോൾ അവർ സർപ്പത്തിൻ്റെ ഒരു പടം കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, ഇത് ആരാ? അത് അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗോഡാണ്. ഓക്കെ, നിങ്ങളുടെ ഗോഡാണല്ലോ, സമ്മതിച്ചു. അദ്ദേഹം എന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഒരു പാമ്പാട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ജീവനുള്ള പാമ്പിനെയും കൊണ്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ ഞാൻ നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നു, നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഈ പാമ്പിൻ്റെ കൂടെ അങ്ങ് തുറന്നു. ഈ പാമ്പിനെ കണ്ടതും ഇവർ ജീവനും കൊണ്ട് അവിടുന്ന് ഓടി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ഭിത്തിയിലൊക്കെ തൂക്കിയിട്ട് ഡെയിലി ആരാധിക്കുന്ന ഈ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങൾ ഭയം കൊണ്ട് ഓടുകയാണ്. അന്ന് അവർക്ക് മനസ്സിലായി ഇത് ദൈവമൊന്നുമല്ല. അന്ന് ആ കുടുംബം മുഴുവനും വിശ്വാസത്തിലായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റജി ഇവിടെ പൗലോസ്, അതായത് നിങ്ങൾ അറിയാത്തൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു. അദ്ദേഹം എന്നിട്ട് അവിടെ ഒരു ഇലസ്ട്രേഷൻ കൊടുക്കുന്ന ഇതാണ്. സ്തോത്രം. നമ്മൾ ഈ സുവിശേഷമൊക്കെ പരസ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതായിട്ടുള്ള ചില പദങ്ങൾ, ചില വാക്കുകൾ ഈ പുറജാതി അല്ലെങ്കിൽ വിഗ്രഹ ആരാധികളോടൊക്കെ സുവിശേഷം പറയാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് പറയാനായിട്ടുള്ള ഒരു ഭാഗം, ഈ ഭാഗം എടുത്ത് പറയുന്നത് നല്ലതായിരിക്കും. സ്തോത്രം. അതിനകത്ത് പ്രത്യേകമായിട്ടൊന്ന് വായിച്ചു പോകുന്നല്ല. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിന് മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ കൈപ്പണിയായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നും വാസം ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ദൈവത്തെ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അറിയപ്പെടാത്ത ഒരു ദൈവത്തിന് നിങ്ങളിങ്ങനെ പൂജിച്ച് നടക്കുകയാണ്, ബലി കൊടുക്കുകയാണ്. ദൈവത്തിന് ഈ ക്ഷേത്രങ്ങളൊന്നും വാസം ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അവിടെ പറയുന്ന താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നതാകയാൽ വല്ലതിനും മുട്ടുള്ള മനുഷ്യ കൈകളാ ഒരു ശുശ്രൂഷ. ദൈവത്തിന് നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ യാതൊന്നും ആവശ്യമില്ല. അങ്ങനൊരു ദൈവമല്ല. മനുഷ്യ കൈകളാൽ ഒരു ശുശ്രൂഷയും ആവശ്യപ്പെടുന്നതല്ല എന്ന് ഇവിടെ ശക്തമായിട്ട് പൗലോസ് ഇവിടെ പറയുകയാണ്. അടുത്ത പറയുന്നത് അവിടെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഭൂതലത്തിൽ അവിടെ പറയുന്നത്, എനിക്ക് തോന്നുന്നു ആദാമ തുടങ്ങി ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. ആദാമിൽ തുടങ്ങി ഉള്ള ആ സൃഷ്ടിപ്പിനെ കുറിച്ച്, ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവിടെ പറയുന്ന ഒരു ആശയം ഇതാണ്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവിടെ താഴ്ത്തു വായിക്കുമ്പോൾ പറയുന്നു, 2 കവികളെ അവിടെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. 2 കവികൾ, ഗ്രീക്കിലെ 2 കവികളുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. അത് റെഫർ ചെയ്യും. ഗ്രീക്ക് കവി പൗലോസ് ഉപയോഗിച്ച 2, അതായത് ക്രേത്തക്കാരനായ എപ്പിമെനിഡസും അതുപോലെ തന്നെ അരാറ്റസ് എന്ന് പറയുന്ന 2 കവികളുടെ കവിതകളെ ഉദ്ധരിച്ച്, നിങ്ങളുടെ ചില കവിവരന്മാർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ, അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ശില്പവിദ്യകളെ, അതിന്റെ 29ാമത്തെ വാക്യം ഞാൻ സ്പീഡിൽ പോവാ. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. നാം അവന്റെ സന്താനമാണെങ്കിൽ, നാം അവന്റെ മക്കളാണെങ്കിൽ, ഇങ്ങനെയുള്ള കല്ലോ വെള്ളിയോ പൊന്നിലോ ഉണ്ടാക്കുന്ന ഒന്നായിട്ട് ദൈവത്തെ നിങ്ങൾ എങ്ങനെയാണ് സദൃശ്യമാക്കുന്നത്, എങ്ങനെയാണ് ഭൂമിക്കുന്നത്? അവരോട് തന്നെ ചോദിക്കുകയാണ്. അതാണ് പൗലോസിനെ സ്ട്രൈക്ക് ചെയ്ത് കയറ്റുന്നത്. നമ്മളെ ഈ ഹൈന്ദവരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങൾ നമുക്ക് ശക്തമായി പ്രസംഗത്തിൻ്റെ ഒരു വലിയ വിഷയമാണ്. ഇത് നമ്മൾ ശരിക്കും പഠിച്ചാൽ
നാട്ടിലൊക്കെ ഈ വിഗ്രഹ ആരാധിക്കുന്ന സ്ഥലത്ത് പോയി നമുക്ക് സുവിശേഷം പറയാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു സ്ഥലത്ത് എന്തു പറയണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ തരും. പൗലോസ് ഇത് പെട്ടെന്ന് പോയിട്ട് നേരത്തെ ഇരുന്ന് ഒരു രാത്രി ഇരുന്ന് പഠിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. വിഗ്രഹങ്ങളെ കണ്ട് മനസ്സിൽ ചൂട് പിടിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത ആലോചനകൾ അവിടെ പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊത്തിരി തിയോളജിയും അതും ഇതും എല്ലാം പഠിച്ച് ആർക്കും പ്രയോജനമില്ലാതെ, പലപ്പോഴും ഒരു മനുഷ്യനും പ്രയോജനമില്ലാതെ പോവുകയാണ്. ദൈവം നമുക്ക് പരിശുദ്ധ എന്ന കാര്യസ്ഥനെ ഭൂമിയിൽ തന്നിരിക്കുകയാണ്. ആ കാര്യസ്ഥനോട് നമ്മൾ ചോദിച്ചാൽ തരാത്ത ഒരു കാര്യവുമില്ല. നാം എങ്ങനെ സുവിശേഷം പറയണം, എന്ത് ഈ ദേശത്തോട് സംസാരിക്കണം, നമ്മുടെ അറിവുകളോ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ നോട്ടോ പ്രിപ്പയർ ചെയ്ത് നമുക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല. ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല. നമ്മൾ ആ ദേശത്ത് പോകുമ്പോൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ദേശം രക്ഷയിലേക്ക് വരണം, ഞാൻ എന്താണ് ഇവിടെ സംസാരിക്കേണ്ടത്. നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ ആലോചനകളെ തന്ന് നമ്മളെ നടത്തുവാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് ക്രൂശുമരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തു പറയണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ പഠിപ്പിച്ച ഉപദേശങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ആ സമയം ഞാൻ ആ ഭാഗം വിടുന്നു, സമയത്തിന്റെ ചുരുക്കം മൂലം. അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിക്കുക യേശു ക്രിസ്തുവിലാണ്. അവിടെ പറയുന്നു, ഇനി ഇതൊക്കെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണ്. നിങ്ങൾ ഭക്തന്മാരാണ്, പക്ഷെ നിങ്ങളുടെ അറിവുകേടുകൾ കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ അറിയായ്മയുടെ കാലങ്ങളെ ഇതുവരെയുള്ള ഒരു കാലത്തെയും ദൈവം നോക്കുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ നാം ആരെ ആരാധിച്ചു, പൂജിച്ചു, എന്തെല്ലാം പ്രവൃത്തി ചെയ്തു എന്നുള്ളതല്ല. ഇന്ന് രാത്രിയിൽ ഈ നിമിഷത്തിൽ നിങ്ങൾ മാനസാന്തരങ്ങൾ റിപ്പന്റ് ചെയ്തേ മതിയാകത്തുള്ളൂ എന്നാണ് അരയോവ കുന്നിൽ കൂടിയ ജനക്കൂട്ടത്തെ അഡ്രസ് ചെയ്ത് പൗലോസ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഉള്ള ഒരു ഭാഗം. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഇന്ന് രാത്രി പോകുന്നില്ല. പക്ഷെ അവിടെ യേശുവിനെ പറ്റി പറയാണ്, ദൈവം ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേണ്ടി തന്നു, അവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ മനുഷ്യൻ, അല്ലയ സ്തോത്രം, ആ മനുഷ്യൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ന്യായവിധിക്കായിട്ട്. നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഒരു ദിവസം അവൻ്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല. ആ മനുഷ്യന്റെ പേരാണ് യേശു ക്രിസ്തു. അവിടെ 31, 32 പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ, നമുക്ക് പെട്ടെന്ന് സമയം പോകും. നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകി വിധിക്കുന്നു. പൗലോസ് ഇവിടെ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ അതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞ് ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ച് പറയാണ്. യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റി ശക്തമായി പ്രസംഗിക്കുന്നത്. അതാണ് പൗലോസ് തിമോഥെയോസ് ലേഖനത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് അതാണ്. യേശുവിൻ്റെ ജനനം, മരണം, ഉയർപ്പിനെ പറ്റി, യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നതാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പൗലോസ് ശക്തമായി ഇവിടെ അവതരിപ്പിക്കാൻ. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ഈ ഗ്രീക്ക് തത്വചിന്തകന്മാർ ഒരിക്കലും നമ്മുടെ ആത്മാവിന്, അവർക്കറിയാം ആത്മാവിൽ ഒരു ഇതുണ്ട്, പക്ഷെ ശരീരത്തിന് പുനരുത്ഥാനം ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ഈ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രത്യേകതയാണ് നമ്മുടെ ക്രിസ്തീയ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന്റെ അതിശക്തമായ കോറായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പുനരുത്ഥാനം, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. അതാണ് ഗ്രീക്ക് തത്വചിന്തകന്മാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആത്മാവ് പോകുമെന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഈ തിന്മയായിട്ടുള്ള ശരീരം, ഹല്ലേലൂയ, മൺമറയുന്ന ശരീരത്തെ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ നാളിൽ വീണ്ടെടുത്ത് ശരീരമായി മാറുന്ന ആ പ്രോസസ്സിനെ പൗലോസ് ഇവിടെ ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. ഇന്നും ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ ഒതുങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഹല്ലേലൂയ സ്തോത്രം പുനരുത്ഥാനത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം
ഉയർപ്പിൻ്റെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്ന വലിയ പ്രത്യാശയുടെ സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അതാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അതിന് അലലിയ ഒരു പ്രത്യാശ, ഒരു മീനിങ് ഫുൾ ലൈഫ് കൊടുക്കുന്നത് നമ്മുടെ റിസറക്ഷനാണ്. ഈ റിസറക്ഷൻ ഇല്ല എങ്കിൽ ഈ ജീവിതം ശൂന്യമാണ്, മീനിങ്ലെസ് ആണ്, അർത്ഥമില്ലാത്ത വ്യർത്ഥമായ ഒരു ലൈഫാണ്. ഇവിടെ പൗലോസ് അതിനെയാണ് എംഫസൈസ് ചെയ്ത് ശക്തമായിട്ട് പറയുന്നത്. ഇത് കേട്ട് ഒരു പരിഹസിച്ചു. അവിടെ വെച്ച് പൗലോസ് ആ സുവിശേഷം അവിടെ നിർത്തുന്നു. പക്ഷെ ചില ആൾക്കാർ അവിടെ വിശ്വസിക്കുന്നു. പൗലോസ് അവർ നടുവിൽ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇവിടെ ഒരു പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് പറയുന്നില്ല. സീലാസും തിമോത്തിയോസും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകാം, ഇവിടെ പറയുന്നില്ല. അടുത്ത 12-ാം അധ്യായത്തിൽ അവരവിടെ കോരിന്തിൽ വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ 2 പേര് വിശ്വസിച്ചു, ചില പുരുഷന്മാർ വിശ്വസിച്ചു. അവരിലെ പ്രധാനപ്പെട്ട 2 ആൾക്കാരെ ഇവിടെ പറയുന്നു. ഡയോനീഷ്യസും അതുപോലെ പിന്നെ ഡെമരിയസ് എന്നു പേരുള്ള സ്ത്രീ. ഇദ്ദേഹമാണ് പിൽക്കാലത്ത് അഥേനയുടെ ബിഷപ്പായി മാറിയ ഒരു വ്യക്തി എന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടുന്ന് കടന്നുപോയിട്ട് പൗലോസ് കോരിന്തിൽ എത്തുന്ന കാര്യമാണ്. കോരിന്തിൽ, എഫെസോസ്, കൈസരിയ, ജെറുസലേം, അന്ത്യോക്യയിലേക്ക് പോകുമ്പോൾ 18-22 വാക്യങ്ങളാണ്. ഞാനത് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോവുകയാണ്. 18-ാം അധ്യായത്തിലോട്ട് നമ്മൾ പൗലോസ് ഏകദേശം 83 കിലോമീറ്റർ ഈ അഥേനയിൽ നിന്ന് സ്തോത്രം ഉള്ള ദൂരമാണ് കോരിന്തിലേക്ക്. കോരിന്ത് പട്ടണം എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛകരമായ, വളരെ അധാർമികമായ, ലൈംഗിക അരാജകത്വം, അങ്ങനെ എല്ലാ രീതിയിലും വളരെ മ്ലേച്ഛകരമായ ഒരു തുറമുഖ പട്ടണമാണ് കോരിന്ത്. ഇവിടെ എന്ന് പറയുന്ന ഒരു മാന്യതയുള്ള ഒരു സ്ഥലമല്ല കോരിന്ത്. ഇവിടെയാണ് പൗലോസ് 1.5 വർഷം പാർത്ത് സുവിശേഷം ശക്തമായി പ്രചരിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് പൗലോസ് കോരിന്ത് വരുമ്പോഴാണ് ഒരു കുടുംബത്തെ പരിചയപ്പെടുന്നു. അവരുടെ പേരാണ് സ്തോത്രം യഹൂദനായ പൊന്തോസ്കാരൻ അക്കുലാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിസ്കില്ല. ഇവരുടെ തൊഴിൽ കൂടാരപ്പണിയാണ്. ഇവരെ പറ്റി റോമാലേഖനം 16-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത് പൗലോസിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി നിന്ന ഒരു കുടുംബം, ഇവരുടെ വീട്ടിൽ ഒരു സഭ വരെ ഉണ്ടായിരുന്നതായിട്ട് റോമാലേഖനത്തിൽ മനസ്സിലാക്കുന്നു. അന്ന് ക്ലൗദ്യോസ് പറയുകയാണ്, ഇറ്റലിയിൽ നിന്ന് അല്ലെങ്കിൽ റോമിൽ നിന്ന്, റോമിൽ നിന്ന് എല്ലാ യഹൂദന്മാരും അവിടെ നിന്ന് മാറിപ്പോകണം. കാര്യം യഹൂദന്മാർ ഇവർ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഇവരെ അവിടുന്ന് അവരെ എക്സ്പെൽ ചെയ്യുക, അവരെ പുറത്താക്കുന്നത്. അങ്ങനെയാണ് ഇവർ പോയി അക്വിലാസും പ്രിസ്കില്ലയും ഇവരെ ഇവിടെ കാണുകയും ഇവർ ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും പൗലോസ് തൊഴിൽ ഒന്നായതുകൊണ്ട് അവരോട് ചേർന്ന് കൂടാരപ്പണി ചെയ്യുകയും ചെയ്തു. ഇവിടെയും നമ്മൾ കോരിന്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ബെരോവയിലും തെസ്സലോനിക്കയിലും ബെരോവയിലും അഥേനയിലും ഒക്കെ പോകുമ്പോൾ സിനഗോഗുകൾ പോയി സുവിശേഷം പറയും. ഇവിടെയും പൗലോസ് ശബ്ബത്ത് തോറും പള്ളികളിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും യേശു ക്രിസ്തുവാണെന്ന് അവരെ സമ്മതിപ്പിച്ചു. പൗലോസിന്റെ ആ ഒരു ഇതുണ്ട്, അവരെ സമ്മതിപ്പിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം സംസാരിക്കുന്ന ഒരു നേച്ചർ പൗലോസിന് ഉണ്ടായിരുന്നു. ഇവിടെയാണ് വീണ്ടും സീലാസും തിമോത്തിയോസും മാക്സിഡോണിയയിൽ നിന്ന് ഇവർ പൗലോസിനോട് കൂടെ ചേർന്ന് പിന്നെയും ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെയുള്ള യഹൂദന്മാർക്കും പൗലോസിന്റെ ഈ സുവിശേഷത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ കഴിഞ്ഞില്ല. സിനഗോഗുകളിൽ പ്രസംഗിക്കുമ്പോൾ പൗലോസ് ന്യായപ്രമാണവും പ്രയോജനങ്ങളും സങ്കീർത്തനവും എടുത്ത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ പരസ്യത്ത് വരുമ്പോൾ പുറജാതിക്കാരെ കാണുമ്പോൾ പൗലോസ് അവരുടേതായ ഭാഷയിൽ അവരുടെ രീതിയിൽ അങ്ങനെ ആ സ്ട്രാറ്റജിയാണ് പൗലോസ് മാറി മാറി ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് സ്തോത്രം അവിടെ എതിര് പറയുന്നു. അതുകൊണ്ട് പൗലോസ് പറയും, നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശത്തിന് ഉത്തരവാദി, ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് പറഞ്ഞ് അവിടെ എന്ന് അല്ലെങ്കിൽ ആ സ്തോത്രം അവിടെ 6-ാമത്തെ വാക്യം 18-6 പെട്ടെന്ന് വായിച്ചാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട്. ഓക്കെ. ഇവിടെ നമ്മൾ അറിയാമല്ലോ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ദേശത്ത് നിങ്ങളെ കൈക്കൊണ്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് തൻ്റെ വസ്ത്രത്തിൽ ഇനി ഒരു പൊടി പോലും ഈ ദേശത്ത് ശേഷിക്കാൻ പാടില്ല. വസ്ത്രമൂരി കുടഞ്ഞിട്ടാ പോകുന്നത്. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇനി ഇവർക്ക് ഈ രക്ഷ വേണ്ട എന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ,
ആ വസ്ത്രം കുടഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ പൊടി തട്ടിക്കളയാണ്. ഇവിടുത്തെ ഒരു പൊടിയും നിങ്ങളുടെ മേൽ, ഞാൻ ജാതികളുടെ അടുക്കലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു പള്ളിപ്രമാണിയായ അവിടെ തീത്തോസ് ക്രിസ്തോസ് എന്ന് പറയുന്ന ദൈവഭക്തന്റെ വീടിനടുത്ത് പോയി താമസിക്കുകയും അവിടെ വലിയ ദൈവപ്രവൃത്തികൾ കോരിന്തിൽ നടന്നു. അവിടെ സിനഗോഗിന്റെ ലീഡർ അല്ലെങ്കിൽ പള്ളിപ്രമാണിയായ ക്രിസ്പോസ് ഈ സുവിശേഷം കേട്ടപ്പോൾ വിശ്വസിച്ചു. അപ്പോൾ ആ കോരിന്തിൽ അനേകർ കർത്താവ് വിശ്വസിച്ചു, സ്നാനമേറ്റു. അപ്പോൾ ഒരു പ്രോസസ്സ് ഒരിക്കലും വിശ്വാസവും സ്നാനവും കൂടെ ഒരുമിച്ച് പോകുന്ന പ്രോസസ്സാണ്. വിശ്വസിച്ചു, സ്നാനമേറ്റു, വിശ്വസിച്ചു, സ്നാനമേറ്റു. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 16 കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് വളരെ ശക്തമായി കർത്താവിൻ്റെ വലിയ കമാൻഡ്മെന്റ് ആണ്, കൽപ്പനയാണ്. അതിനൊന്നും ഒരു മാറ്റവുമില്ല. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിച്ചിട്ടുണ്ടോ? നീ സ്നാനപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിച്ചു, സ്നാനമേറ്റു. അവിടെ പറയുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, പൗലോസിന് ഇവിടെ ഒരു ഭയം നേരിട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് പൗലോസിനും നമ്മളായാൽ തന്നെയും സ്വാഭാവികമായിട്ടും ഒരു ദേശത്ത്, കാര്യം ഇത്രയും പെർസിക്യൂഷനിലൂടെ കടന്നു വരുന്ന പൗലോസ് ഇവിടെ പ്രത്യേകിച്ച് സിനഗോഗിന്റെ ലീഡർ ഈ വിശ്വാസത്തിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. യഹൂദന്മാർ പൗലോസിനെ പിന്നെയും ടോർച്ചർ ചെയ്യുക. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയമുണ്ടായി. അദ്ദേഹത്തിന് ജീവൻ അപകടത്തിലാകുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അന്ന് രാത്രിയിൽ പൗലോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് വന്നിട്ട് 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം. ഇന്ന് രാത്രി നമ്മോടുള്ള ദൈവത്തിന്റെ ഒരു ആലോചന ഏതാണ്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ, പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, യേശുവിനെ പ്രസംഗിക്കുന്നവർ നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. യേശുവിനെ പറ്റി പഠിപ്പിക്കുന്നവർ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിപാലന വരമുള്ളവർ അത് പരിപാലിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ സുവിശേഷം പറയാൻ സുവിശേഷം കൊണ്ടേയിരിക്കുക. ആമേൻ. അയക്കപ്പെട്ട അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ തങ്ങളുടെ മിനിസ്ട്രി ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ നമ്മളെ ഓർപ്പിക്കുന്നു. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ത്യനാളുകളുടെ അന്ത്യഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ആ രാത്രിയിൽ പൗലോസ് ദർശനമുണ്ടാകുകയാണ്. ആ രാത്രിയിൽ ഞാൻ മനസ്സിലാക്കുന്ന പൗലോസ് ആ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ചുമ്മാതെ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന അനുഭവം ആണോ എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷേ രാത്രിയിൽ ദർശനത്തിൽ പൗലോസിനോട് പറയാം, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, യേശുവിനെ പറ്റി യഥാർത്ഥ സത്യ സുവിശേഷം പറയുന്നവരുടെ കൂടെ കർത്താവുണ്ട്. സ്തോത്രം. 100% ഏത് ദേശത്ത് പോയാലും ഹല്ലേലൂയ, സത്യ സുവിശേഷമാണോ നമ്മൾ പ്രസംഗിക്കുന്നത്, അവരുടെ കർത്താവ് കാണും. കാരണം കർത്താവിന് അറിയാണ്, ഈ പട്ടണത്തിൽ എനിക്ക് ഒരുപാട് ജനമുണ്ട്, നിന്നെ ഒരു മനുഷ്യനും കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഇന്ന് രാത്രി ആരെങ്കിലും കർത്താവിൻ്റെ വേലയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇതിൽ കൂടെ ഹല്ലേലൂയ, ഈ ബൈബിൾ സ്റ്റഡി കൂടെ ഒരു ആലോചന പങ്കുവെക്കുന്നു. നിങ്ങളോട് കൂടെ കർത്താവുണ്ട്, അനേകർ യേശുവിൽ വിശ്വസിക്കാനുണ്ട്, നിങ്ങളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. 1.5 വർഷം അവിടെ ഈ ഒരു ധൈര്യത്തിൽ 1.5 വർഷം പൗലോസ് കോരിന്തിൽ താമസിച്ച് ദൈവവചനം ശക്തമായിട്ട് ഉപദേശിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോസിക്യൂഷൻ വരും. എത്രതായ സുവിശേഷത്തിന്റെ വ്യാപ്തി കൂടുമ്പോൾ അത്രയും ശത്രു എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ അതൊന്നും സുവിശേഷത്തെ തകർത്തു കളയുവാനായിട്ട് സാധ്യമല്ല. ഗല്ലിയോൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രോ കൗൺസിലറായിട്ട്, ദേശാധിപതിയായിട്ട് അഖായയിൽ, കോരിനടുത്തുള്ള സ്ഥലമാണ് അഖായ, അവിടെ വാഴുമ്പോൾ യഹൂദന്മാർ എല്ലാവരും പൗലോസിന്റെ നേരെ ശക്തമായിട്ട് എഴുന്നേറ്റ് വന്നു. അവരെല്ലാവരും പറഞ്ഞു, ഇവൻ ന്യായപ്രമാണ വിരോധമായിട്ട് ദോഷം ചെയ്യുന്നു, അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഇവനെ തകർത്ത് കളയണം എന്നുള്ള ഒരു തർക്കസംഗതികൾ ഒക്കെ കൊണ്ടുവന്ന് ഗല്ലിയോൻ എന്ന് പറയുന്ന ദേശാധിപതിയുടെ അടുത്തേക്ക് പൗലോസിന്റെ ആ ഒരു വിഷയത്തെ അവർ കൊണ്ടുവരികയാണ്. ഈ സമയത്ത് അവിടുത്തെ പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസന തുമ്പിൽ വെച്ച് അടിച്ചു. ഞാൻ പറഞ്ഞ, നേരത്തെ ഒരു പള്ളിപ്രമാണി ഉസ്തോസ് സ്നാനപ്പെട്ടു. ഈ ക്രിസ്പോസ് പോയപ്പോൾ ചിലപ്പോൾ സോസ്തനേസ് അവിടെ പള്ളിപ്രമാണിയായിട്ട് വന്നിട്ടുണ്ടാകാം. അദ്ദേഹവും ഈ രക്ഷയിലേക്ക് വന്നു. അദ്ദേഹത്തെയും ഉപദ്രവിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് ഹല്ലേലൂയ, ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. ഇവരുടെ ന്യായാസനങ്ങളും തർക്കങ്ങളും
ഇതൊന്നും ഗല്ലിയോന്റെ വിഷയമല്ല, ഇതൊന്നും ഗല്ലിയോനെ ബാധിക്കുന്നതല്ല എന്നാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഈ തർക്കസംഗതികൾക്കൊന്നും ന്യായാധിപൻ ഞാനില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ പ്ലാനും പദ്ധതിയാണ്. ദൈവത്തിൻ്റെ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാൻ എത്രത്തോളം സമയം നമുക്ക് അനുവദിച്ചിട്ടോ അത്രയും സമയം നമുക്ക് അവിടെ കാണും. അതല്ല ആ സമയം കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് പോകാനായിട്ട് പറയും. സോസ്തനസിനെ സിനഗോഗൻ ലീഡറെയൊക്കെ അടിച്ച് അവർ ഒത്തിരി ഉപദ്രവിച്ചു. ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. പൗലോസ് അതിന്റെ 18-ാമത്തെ വാക്യം, പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം, പൗലോസ് കുറച്ചു നാൾ കൂടെ കോരിന്തിൽ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞ് തനിക്കൊരു നേർച്ച ഉണ്ടായത് കൻക്രയിൽ വെച്ച് തല ക്ഷൗര്യം ചെയ്തിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. നോക്കേ, ഞാൻ ഈ ഒരു ക്ഷൗരത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ ഈ ഭാഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഇവിടെ അവസാനിപ്പിക്കാനായിട്ട്. നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും. പൗലോസ് ഈ പുറജാതിക്കാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ന്യായപ്രമാണത്തിൻ്റെ ഒരു നിയമങ്ങളും അവരെ പഠിപ്പിക്കുന്നില്ല. അവര് യേശുവിലൂടെയുള്ള രക്ഷ പരിച്ഛേദനയെ ശക്തമായി എതിർക്കുന്നു. അവരെ ഒരിക്കലും യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളോ രീതികളോ അവരെ പഠിപ്പിച്ചിരുന്നില്ല. അവർക്ക് സൗജന്യമായി ഈ രക്ഷ ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യുക. എന്നാൽ പൗലോസ് ഒരു യഹൂദനാണ്. യഹൂദന്മാരുടെ പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുകയും ആചാരങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് ഈ ഭാഗത്തിൽ കൂടെ മനസ്സിലാക്കാം. പൗലോസ് എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പൗലോസ് യഹൂദന്മാർക്ക് ഇടർച്ച ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്ങനെയും യഹൂദന്മാരെ രക്ഷപ്പെടണം. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം പറയുന്നു, യഹൂദനെ നേടേണ്ടത് ഞാൻ യഹൂദനെ പോലെയായി. സ്തോത്രം. യവനെ നേടേണ്ടത് ഞാൻ യവനന്മാരെ പോലെയായി. യഹൂദന്മാരുടെ ഇടയിൽ ആക്സസ് ലഭിക്കണമെങ്കിൽ ഈ ആചാരങ്ങൾ കൊണ്ടൊന്നും രക്ഷ പ്രാപിക്കുന്നത് പൗലോസ് നല്ലതുപോലെ അറിയാം. പക്ഷേ പൗലോസ് അവർക്ക് ഇടർച്ച ഉണ്ടാക്കേണ്ടെന്ന് വെച്ചാണ് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. പൗലോസ് ഈ ക്ഷൗരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് നാസീർ എന്ന വ്രതമുണ്ട്, സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത്. അതായത് വീഞ്ഞോ മദ്യമോ, നമ്മുടെ സിംസോൻ നാസീർ വ്രതക്കാരനായിരുന്നു. തലമുടി വളർത്തിയിരുന്നു, തലമുടി അവർ കട്ട് ചെയ്യത്തില്ല. ഒരുപക്ഷെ ഈ കൊരിന്തിൽ വന്നപ്പോൾ ഒത്തിരി ദൈവപ്രവൃത്തി നടന്നു. പൗലോസ് അന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, ഹല്ലേലൂയ, ഞാനിനി അല്ലെങ്കിൽ തലമുടി മുറിക്കുകയില്ല, അല്ലെങ്കിൽ അതുപോലെ ഒരു ഡെഡിക്കേഷൻ്റെ അനുഭവമാണ് നമ്മളിവിടെ മനസ്സിലാക്കുക, ഒരു സമർപ്പണ അനുഭവം. ഒരു യഹൂദൻ ഒരിക്കലും മറ്റ് പട്ടണങ്ങളിൽ പോയി, അവർ യഹൂദിയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ടൊരു നേർച്ച അവർ നേരത്തില്ല. ഇവിടെ കെങ്ക്രയിൽ വെച്ചാണ് പൗലോസ് നേരുന്നത്. പൗലോസിനത്തോളം പൗലോസ് ന്യായപ്രമാണങ്ങളിൽ ആചാരങ്ങളെ അതിൻ്റെ കസ്റ്റം എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അവരോട് നമ്മളിനി അത് തുറന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 21-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ പൗലോസ് അതൊക്കെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീമോത്തിയോസ് അവൻ്റെ അപ്പൻ എവനായിരുന്നു എന്ന് യഹൂദന്മാരെ പേടിച്ചിട്ട് തീമോത്തിയോസിനെ പരിച്ഛേദന ചെയ്തതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പൗലോസ് ഒരു നേർച്ച നേർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ യഹൂദന്മാരെ അദ്ദേഹത്തിൻ്റെ ഇടയിൽ അവരെ പിടിച്ചു നിർത്തണം. അവർക്ക് ഇടർച്ച ഉണ്ടാക്കാൻ പാടില്ല. അവർക്ക് ഇടർച്ച ഉണ്ടാക്കിയാൽ യഹൂദന്മാർ ബലഹീന വിശ്വാസികളായതുകൊണ്ട് ഈ രക്ഷ നഷ്ടപ്പെടും അവരുടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ അതിനെപ്പറ്റി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആണ് പൗലോസ് ചില കാര്യങ്ങളിൽ അവർ ശക്തമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്നത് എന്ന്. ഇത് ചെയ്തില്ലേലും രക്ഷയ്ക്ക് ഇതൊന്നും തടസ്സമല്ല എന്ന് പൗലോസ് പുറജാതിക്കാരെ ശക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം തല ക്ഷൗരം, നമ്മളത് മുണ്ടൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സംശയം ഉണ്ടാകും. പൗലോസ് ഈ മറ്റുള്ളവരെ ഇതൊന്നും വേണ്ട എന്ന് പറയുകയും നമ്മൾ ചെയ്യുമ്പോൾ അതൊരു കപടഭക്തി അല്ലേ എന്ന് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. തുടർന്ന് 21 അധ്യായങ്ങളിലൊക്കെ വരുമ്പോൾ ആ സംശയങ്ങൾ പൂർണ്ണമായും ദൂരീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അവിടെ നിന്ന് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സിറിയയിലേക്ക് വന്നിട്ട് എഫെസോസിലെത്തി. എഫെസോസിൽ ഈ സ്തോത്രം അക്വിലാസിനെയും പ്രിസ്കില്ലയെയും അവിടെ ആക്കിയിട്ട് പൗലോസ് അവിടെ പള്ളിയിൽ ചെന്ന യഹൂദന്മാരോട് ഇത് സുവിശേഷം പറയുകയും അവിടെ നിന്ന് അദ്ദേഹം കൈസരിയ യെരുശലേം വഴി അന്ത്യോക്യയിലേക്ക് പോകുന്ന കാര്യമാണ് നമ്മൾ തുറന്ന് കാണുന്നത്. എന്നാൽ പൗലോസിനെ എഫെസോസിലെത്തിയപ്പോൾ കുറച്ച് നാൾ കൂടെ അവിടെ താമസിക്കണം എന്ന് പൗലോസോട് അഭ്യർത്ഥിച്ചെങ്കിലും ദൈവമെങ്കിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എന്ന് പറഞ്ഞ് അവരുടെ അഭ്യർത്ഥന നിരസിക്കുകയും പൗലോസ് നമ്മൾ വായിച്ചു നിർത്തുന്ന ഇങ്ങനെയാണ്: എഫെസോസിൽ കപ്പൽ നീക്കി കൈസരിയിൽ വന്നിറങ്ങി
യെരുസലേമിലേക്ക് ചെന്ന് സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. രണ്ടാമത്തെ മിഷണറി യാത്ര നമ്മളിവിടെ നമ്മൾ നീന്തിച്ചതാണ്. ബെറിയായിൽ അല്ലെങ്കിൽ ബെരോവയിൽ വന്നു. അവിടുന്ന് ഏതൻസിൽ നിന്ന് കോരിന്തിൽ വന്നു. കോരിന്തിൽ നിന്ന് പൗലോസ് എഫെസോസ് വഴി യാത്ര ചെയ്ത് കൈസരിയിൽ വന്നു. കൈസരിയിൽ നിന്ന് യെരുസലേമിൽ വന്നിട്ട് യെരുസലേമിൽ നിന്ന് ഇവിടെ അന്ത്യോക്യയിൽ നിന്നാണ് 13-ാം തീയതി തുടങ്ങുന്ന ഒന്നാം മിഷണറി യാത്ര. ഒന്നാം മിഷണറി യാത്രയിലും അന്ത്യോക്യയിൽ തുടങ്ങി തിരിച്ച് അന്ത്യോക്യയിൽ വരുന്നു. രണ്ടാം മിഷണറി യാത്രയിലും അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച് അന്ത്യോക്യയിൽ വരുന്നു. മൂന്നാമത്തെ മിഷണറി യാത്രയും അന്ത്യോക്യയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തുടർന്ന് നമുക്ക് സമയം പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ 11:05 നിർത്തണം എന്ന് വിചാരിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വ്യഞ്ജനങ്ങളുടെ സാക്ഷിയൊക്കെ പറയാനുള്ളത് കൊണ്ടാണ് അത് മുന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ വായിച്ച നമ്മൾ ആ മിഷണറി യാത്രയുടെ ആ ഒരു തലത്തിലേക്ക് നമ്മളെപ്പോഴും വചനം പഠിക്കും. അതിലൂടെ ഒപ്പം നമ്മളും കൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സമയത്തിന് ചുരുക്കുമ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ തുടർമാനമായിട്ട് മൂന്നാം മിഷണറി യാത്ര അതിൻ്റെ മൂന്നാം മിഷണറി തുടങ്ങുന്നത് 18-ാം അധ്യായം 23 മുതൽ 21-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത്തെ മിഷണറി യാത്ര. അത് ദൈവം വെച്ചാൽ 2 പാർട്ടായിട്ട് സമയത്തിനനുസരിച്ച് 2 പാർട്ടായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. തുടർന്ന് നിങ്ങൾ ഭാഗങ്ങളൊക്കെ ഈ ഭാഗങ്ങളും 10-ാം അധ്യായവും നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നീ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളുടെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.